നമസ്കാരം. ജനഹിതം 2024 15-ാം ഭാഗത്തേക്ക് സ്വാഗതം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ദയവായി ഷെയർ ചെയ്യുക. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വെങ്ങര, വള്ളിക്കുന്ന് തുടങ്ങി 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. ഈ മണ്ഡലത്തിലെ ഇത്തവണത്തെ പ്രബല സ്ഥാനാർത്ഥികൾ മുസ്ലിം ലീഗ് അഥവാ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ ET മുഹമ്മദ് ബഷീർ, CPM അഥവാ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ശ്രീ V വസീഫ്, BJP അഥവാ NDAയുടെ സ്ഥാനാർത്ഥിയായി ശ്രീ M അബ്ദുൽ സലാം തുടങ്ങിയവരാണ് മത്സരരംഗത്തുള്ളത്. ഇതിലെ 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പരിശോധിക്കാം. കൊണ്ടോട്ടിയിൽ 10% പേർ BJPക്ക് അനുകൂലമായും 48% പേർ UDFിന് അനുകൂലമായും 38% പേർ LDFിന് അനുകൂലമായും സംസാരിച്ചു. അതായത് 16,414 വോട്ടുകൾ BJPക്കും 78,789 വോട്ടുകൾ UDFിനും 62,375 വോട്ടുകൾ LDFിനും ലഭിക്കാം. മഞ്ചേരിയിൽ 14% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 46% പേർ UDFിൻ്റെ വിജയവും 37% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 21,978 വോട്ടുകൾ BJPക്കും 72,216 വോട്ടുകൾ UDFിനും 58,087 വോട്ടുകൾ LDFിനും ലഭിക്കാം. പെരിന്തൽമണ്ണയിൽ 12% പേർ BJPയുടെ വിജയവും 44% പേർ UDFിൻ്റെ വിജയവും 40% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 19,873 വോട്ടുകൾ വരെ BJPക്കും 72,871 വോട്ടുകൾ വരെ UDFിനും 66,246 വോട്ടുകൾ വരെ LDFിനും ലഭിക്കാം. മങ്കട നിയമസഭാ മണ്ഡലത്തിൽ 10% പേർ BJPക്ക് അനുകൂലമായപ്പോൾ 45% പേർ UDFിന് അനുകൂലമായും 39% പേർ LDFിന് അനുകൂലമായും പ്രതികരിച്ചു. അതായത് 16,826 വോട്ടുകൾ BJPക്കും 75,720 വോട്ടുകൾ UDFിനും 65,624 വോട്ടുകൾ LDFിനും ലഭിക്കാം. മലപ്പുറത്ത് 12% പേർ BJPക്ക് അനുകൂലമായും 51% പേർ UDFിന് അനുകൂലമായും 33% പേർ LDFിന് അനുകൂലമായും പ്രതികരിച്ചു. 19,419 വോട്ടുകൾ BJPക്കും 82,530 വോട്ടുകൾ UDFിനും 53,402 വോട്ടുകൾ LDFിനും ലഭിക്കാം. വെങ്ങരയിൽ 10% പേർ BJPക്ക് അനുകൂലമായും 52% പേർ UDFിന് അനുകൂലമായും 34% പേർ LDFിന് അനുകൂലമായും സംസാരിച്ചു. 13,155 വോട്ടുകൾ വരെ BJPക്കും 68,406 വോട്ടുകൾ വരെ UDFിനും 44,727 വോട്ടുകൾ വരെ LDFിനും ലഭിക്കാം. വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലത്തിൽ 18% പേർ BJPയുടെ വിജയം ആഗ്രഹിച്ചപ്പോൾ 45% പേർ UDFിൻ്റെ വിജയവും 33% പേർ LDFിൻ്റെ വിജയവും ആഗ്രഹിക്കുന്നു. അതായത് 27,254 വോട്ടുകൾ വരെ BJPക്കും 68,136 വോട്ടുകൾ വരെ UDFിനും 49,966 വോട്ടുകൾ വരെ LDFിനും ലഭിക്കാം. ഇനി ആകെ വോട്ടുകൾ കണക്ക് കൂട്ടുമ്പോൾ 1,34,919 വോട്ടുകൾ BJPയുടെ സ്ഥാനാർത്ഥിക്കും 5,18,668 വോട്ടുകൾ UDFിൻ്റെ അഥവാ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്കും 4,427 വോട്ടുകൾ LDF സ്ഥാനാർത്ഥിക്കും ലഭിക്കാം. അതായത് മുസ്ലിം ലീഗിൻ്റെ അഥവാ UDFിൻ്റെ ET മുഹമ്മദ് ബഷീറിന് 5,18,668 വോട്ടുകൾ വരെ ലഭിക്കാം. CPMൻ്റെ അഥവാ LDFിൻ്റെ V വസീഫിന് 4,427 വോട്ടുകളും BJPയുടെ അഥവാ NDAയുടെ M അബ്ദുൽ സലാമിന് 1,34,919 വോട്ടുകൾ വരെയും ലഭിക്കാം. അതായത് 1,18,241 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ET മുഹമ്മദ് ബഷീർ വിജയിക്കാനാണ് സാധ്യത. സ്ഥിരമായി മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലങ്ങളായതുകൊണ്ട് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ശ്രീ ET മുഹമ്മദ് ബഷീർ വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.